കുട്ടേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമസ്കാരം സുധീർ പറവൂർ. നമസ്കാരം കുട്ടേട്ടാ. നമസ്കാരം രശ്മി. നമസ്കാരം. എനിക്ക് ആദ്യത്തെ കാര്യം ചോദിക്കാനുള്ളത് രശ്മിയോടാണ്. എന്നോട് രശ്മിക്ക് 10-ൽ കൂടുതൽ പ്രണയമുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, താങ്കളുടെ പ്രണയത്തിന് ആയുസ് വെറും 2 ആഴ്ച മാത്രം. ഭർത്താവ് ഇരിക്കെ തന്നെ ചോദിക്കണോ? എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. കുട്ടേട്ടൻ ആരെയും പ്രണയിക്കത്തുമില്ല, നാട്ടിലുള്ള എല്ലാ പ്രണയവും കൂടി മനസ്സിലാക്കുകയും ചെയ്യും. പറഞ്ഞത് ശരിയാ സാറേ. എനിക്ക് ആദ്യം പ്രണയലേഖനം കിട്ടുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കോപ്പി ബുക്കൊക്കെ കൊണ്ടുവന്ന് ടീച്ചറിനെ കൊടുക്കണമല്ലോ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ കോപ്പി ബുക്കിനകത്ത് എനിക്കൊരു കാർഡ് ഉണ്ടല്ലോ, പഴയ പോസ്റ്റ് കാർഡ്, അതിനകത്ത് എനിക്കൊരു ലവ് ലെറ്റർ എഴുതി ഈ കോപ്പി ബുക്കിനകത്ത് വെച്ച്. അതിലെന്തോ പറഞ്ഞിരുന്നു അന്ന് എന്റെ സാറ് അക്ഷരം പോലും ക്ലിയർ അല്ല. രശ്മി ഉണ്ടായിരുന്നു അതിനകത്ത്. രശ്മി എന്നുണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചർ അവനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ എനിക്ക് രശ്മി ഒരുപാട് ഇഷ്ടമാണ്. അല്ല, എനിക്ക് രശ്മി ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് പുള്ളിക്കാരൻ എഴുതാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, അപ്പൊ അത് പുള്ളി വിചാരിച്ചത് ഞാനത് തുറന്നിട്ടായിരിക്കും ടീച്ചറിന്റെ കൊടുക്കുന്നതെന്ന്. ഞാനത് അങ്ങനെ തന്നെ മടക്കി ടീച്ചറിന്റെ കൊണ്ട് കൊടുത്തു. അപ്പൊ ടീച്ചർ തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ ഇരിക്കുന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചു, ടീച്ചർ അതല്ല സാറേ, 3 രശ്മിമാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. രശ്മി കെ, രശ്മി ആർ, രശ്മി എല്ല്. വേറെ ഉണ്ട്. എല്ലും കെയും വേറെ ഉണ്ട്. അപ്പൊ പറഞ്ഞ് രശ്മി 6-നാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാനങ്ങ് തകർന്ന് സാറേ. ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ കെട്ടിക്കും. എനിക്കാണ് ഇവനെ ഇഷ്ടമല്ല, എനിക്ക് ഈ ചെറുക്കനെ വേണ്ടായെന്ന് പറഞ്ഞോണ്ട് ഞാൻ നിന്നങ്ങ് കരഞ്ഞു സാറേ. നമ്പർ 1. പിന്നെ അങ്ങോട്ട് അതൊരു തുടർക്കഥയായിരുന്നു. ക്ലാസ്സിൽ തന്നെയാണോ ഈ ദുരന്തങ്ങൾ ഉണ്ടായത്? അല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, നാടകം എഴുതാനും അതിനൊക്കെയുള്ള സംഭവങ്ങളായിട്ട് അതിന് വലിയ പ്രീ ഡിഗ്രിക്ക് അങ്ങോട്ട് പോയി. MS കോളേജിലായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് അങ്ങോട്ട് പോയപ്പോ മുതല് എല്ലാരും വന്നിട്ട് നമുക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ ആൾക്കാർ വന്ന് നമ്മളോട് ലൈൻ ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. നമുക്ക് എപ്പോഴും ഒരു കാരുണ്യമുണ്ട്. ആര് വന്ന് ചോദിച്ചാലും ഞാൻ ആൾക്കാരെ നിരാശപ്പെടുത്തില്ല. അതെ, അവർക്കൊരു വിഷമം ഉണ്ടാവില്ല സാറേ. അപ്പൊ ക്ലാസിന്റെ മുമ്പിൽ ബോർഡുകൾ എഴുതി വെച്ചോ, പ്രണയലേഖനങ്ങൾ സ്വാഗതം ചെയ്യും അല്ലേ? പക്ഷെ അത് 2 ആഴ്ചത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. എല്ലാ പ്രണയത്തിനും 2 ആഴ്ച, 2 ആഴ്ചയുള്ള ആയുസ്. അങ്ങനെ ഇത് കോളേജിൽ പാട്ടായോ? കോളേജ് എല്ലാവർക്കും അറിയാം. പിന്നെ എന്നാലും പിന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒരാള്, ബസ്സിനകത്ത് കൊണ്ടുവിടാൻ ഒരാള്, അങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരം ഉണ്ട് സാറേ കോളേജിലേക്ക് പോവാൻ. ഭയങ്കര സൗകര്യ കാര്യം. നമുക്ക് വലിയ സെക്യൂരിറ്റി ആണ്. നമുക്കൊരു 5 പേരുണ്ടെങ്കിൽ 5 പോസ്റ്റർ ഡിവിഡി കൊടുത്താൽ മതി. ഇന്ന പോസ്റ്റ് ഇന്ന പോസ്റ്റ് ഒരാൾ, അതൊരു യാതൊരു പ്രശ്നമാണ്. അടുത്ത പോസ്റ്റ് ആള് കാത്തിരിക്കുമല്ലോ. ഇതൊക്കെ കേന്ദ്രമന്ത്രിമാർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യം. എന്നിട്ടിപ്പോ കല്യാണം കഴിഞ്ഞ ഏട്ടന്റെ അടുത്ത് മുക്കിനാ പറയുന്നത്. ഏട്ടാ, അതെന്റെ ലൈനായിരുന്നു. അതെന്റെ ലൈനായിരുന്നു. ഇപ്പൊ എന്താന്നറിയ സാറേ, നാട്ടിലുണ്ടോ? കായംകുളത്തുള്ള മുഖ്യ വ്യവസായികളും ഉണ്ടല്ലോ, എല്ലാം എന്റെ ലൈനായിരുന്നു. ഏത് കടയിൽ ചെന്നാലും നമുക്കെല്ലാം ഫ്രീ ആണ് സാറേ. അയ്യോ, ഇത്രയും ഭാഗ്യം ചെയ്തൊരു കെട്ടിയല്ലേ. ഒരു പഞ്ചായത്ത് മുഴുവൻ സ്വന്തമായി കളഞ്ഞല്ലേ. ഇത് പ്രചോദനമാണല്ലേ പുതിയതായിട്ട് വരുന്ന. അല്ല, കായംകുളത്ത് MSM കോളേജിലേ എന്റെ ഒരു കൂടെ പഠിച്ച ഒരാളുണ്ട്, ഗോപി സാറ്. ആ സാറിനോട് ഞാൻ ചോദിക്കാം. അല്ല, എല്ലാം ഈ 2 ആഴ്ച ആയോണ്ട് സാറേ എല്ലാവർക്കും അങ്ങനെ അങ്ങ് പോവല്ലോ. ഞാനും കൂടെ പഠിച്ചിരുന്നു, അതാ എന്റെ പേടി അല്ലേ. എന്തായാലും സൂപ്പർ കഥയാത് അല്ലേ. പക്ഷെ ഇപ്പോഴും വന്ന് പറയുന്നവരുണ്ട് സാറേ. പഠിച്ചിട്ടുണ്ടോ? അല്ലല്ല, വന്നിട്ടില്ല. കേട്ടത്തില്ലല്ലോ പുള്ളി. അതാണ് ഉറപ്പല്ലേ. എങ്ങനെ സഹിക്കുന്നു പുള്ളി? എനിക്കറിയത്തില്ല സാറേ. പുള്ളിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, പറയാവോ? പുള്ളിക്ക് ലൈൻ ഉണ്ടായിരുന്നു. അത് തീവ്രമായിരുന്നു സാറേ. ഒരു 2ാം ക്ലാസ്സിൽ അങ്ങാണ്ട് പഠിക്കുമ്പോ തുടങ്ങിയതാ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങി 10ാം ക്ലാസ് വരെ ആ പെണ്ണിനെ മാത്രം. കല്യാണം കഴിഞ്ഞും മനസ്സിലുണ്ടെന്ന് തോന്നി, ഏതോ ഒരു കോണിൽ ആ കൊച്ചുണ്ടോ. അതൊന്നും അങ്ങനെ പെട്ടെന്ന് വിടാനൊന്നും പറ്റില്ല അല്ലേ സുധീരേ? തീർച്ചയായിട്ടും. സുധീരനെ എങ്ങനെ അറിയാത്? സുധീർ വളരെ സീരിയസ് ആയിട്ട് പറയാ. അതങ്ങനെ തന്നെ, അങ്ങനെ മാത്രമല്ല സുധീർ ചരിത്രം ഉണ്ടായി കളഞ്ഞു. ഹർത്താലിന്റെ തലേന്ന് പെൺകുട്ടി അടിച്ചോണ്ട് പോയി. അത് ഈ അടിച്ചോണ്ട് പോകാൻ പറ്റുന്ന അതുപോലെ നല്ല ദിവസമല്ലേ. പിറ്റേ നേരം അന്വേഷിച്ചില്ല, ആ ദിവസം വരില്ല. വന്നാൽ ഹർത്താൽ തടയും. എങ്ങനെയായിരുന്നു സംഭവം? അല്ല, ഞങ്ങള് അവിടെ നിന്ന് പ്രണയിച്ച് പോന്ന് അടുത്തടുത്തായിരുന്നു.
അല്ല പുള്ളിക്കാരത്തി കോഴിക്കോടാ, ആ. അരീക്കോട്. അവിടെ വരെ പോയോ? എയർപോർട്ടിലായിരുന്നു, കരിപ്പൂര് എയർപോർട്ടിലായിരുന്നു. എന്താ പറയാ, എയർപോർട്ടിൽ അവരൊരു ഫാമിലി പ്രോഗ്രാമിന് വേണ്ടി പോയതാ. ഇന്ന് അവരൊരു ബന്ധുവിനെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനിവിടെ പെണ്ണ് കണ്ട് കിട്ടാണ്ട് ഇങ്ങനെ നടക്കുന്ന സമയം 5-8-10 കൂടുതൽ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ബേസിക് പ്രോബ്ലം വരുന്നത് മിമിക്രിക്കാരെന്നുള്ളതാണ്. എനിക്ക് അല്ലാത്ത കുറച്ച് തൊഴിലുണ്ട്, പക്ഷെ എന്നാലും ഈ തൊഴിലിന്റെ ഒപ്പം നമ്മൾ ഇത് കുറച്ച് കയറ്റി പറയും. പക്ഷെ മിമിക്രി എന്ന് പറയുമ്പോ അവര് കുഴപ്പമില്ലാതെ കുറച്ച് ചായ കുടിയാ കഴിഞ്ഞ് പോരെയാണ്, പിന്നെ അത് പോവേണം അവിടെ നിന്ന്, പിന്നെ ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ പരിപാടിയിലൂടെ ഒക്കെ ഇങ്ങനെ ഇതായിട്ട് മാറിയല്ല, ശമാമനായിപ്പ് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആയി എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു പുള്ളിക്കാരൻ പണിക്ക് വന്നായിരുന്നു. പണിക്ക് വന്നപ്പോ ചേച്ചി സുധീരേട്ടന്റെ വീട് ഇവിടെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അതേ മോനെ കാണുന്ന വീടാണ് സുധീരേട്ടൻ്റെ, ഇതേ അതാണ് അമ്മയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ അതിൽ നടന്നു വരികയാണ്. വന്നപ്പോൾ പുള്ളിക്കാരൻ ചേച്ചി ഇതേ സുധീറിന്റെ വീഡിയോ വെച്ചാന്ന് പറഞ്ഞു. എന്താ പറയുക ചോദിച്ചപ്പോൾ ഇങ്ങനെ ചേച്ചി ഞാനിങ്ങനെ ഇവിടെ പണിക്ക് വന്നാണ്, സുധീരേട്ടൻ എൻ്റെ ഭാര്യനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്ന്.